നമസ്കാരം. ഇന്നൊരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ആണേ. നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് കരിന്തളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. നല്ല മഴ പിടിച്ച് വരുന്നുണ്ട്. നമ്മൾ നീലേശ്വരം എത്തുമ്പോഴത്തേക്ക് മിക്കവാറും മഴയൊക്കെ പെയ്യും. അതിന് റെഡി ആക്കിയിട്ട് തന്നെ നമ്മുടെ റെയിൻകോട്ടൊക്കെ ഉണ്ട്. അങ്ങ് മുന്നിലായി കണ്ടതാ ഒരുപാട് മലനിരകൾ. ഇപ്പോൾ ഒരു ബസ് വരാനുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അതെ, അത് നമ്മളെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നീലേശ്വരം തന്നെയാണ്. നമ്മളെപ്പോഴും ട്രെയിൻ കയറുന്നത് അവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു 9:30. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ട്രെയിനുകളൊക്കെ കടന്നു പോകുന്നതാണ്. നമ്മളൊരു ഉച്ചവരെ അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് എന്താ പറയുക കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ്. കൊന്നക്കാട്, കാഞ്ഞങ്ങാട്, മുത്തപ്പൻ. അതങ്ങ് പോയി. നമ്മളങ്ങനെ നീലേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നീലേശ്വരം പാലം. ഈ പാലത്തിൻ്റെ താഴെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്കാണ് പോകേണ്ടത്. ഈ നേരെ പോകുന്ന വഴി നേരെ ബസ് സ്റ്റാൻഡിലേക്കും അതുപോലെ തന്നെ ഹൈവേയിലേക്കെല്ലാം പോകുന്നത്. ഇതാണ് നമ്മുടെ നീലേശ്വരം ടൗണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക് ഒരു കുഞ്ഞ് റോഡുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിലേക്ക് കൂടെ, അതിൽ കൂടെയാണ് പോകുന്നത്. ആ വണ്ടിയിൽ അവന് വേഗം പോയിക്കോ. ഈ വഴിയാണ് നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു കുഞ്ഞ് ഇടുങ്ങിയ വഴി. കാരണം ഇത് നമ്മുടെ പാലത്തിൻ്റെ താഴെ കൂടിയാണ് ഇതിൻ്റെ റോഡ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികൾ അപ്പുറത്തെ ഡയറക്ഷൻ വഴിയാണ് പോകുന്നത്. ഇത് സിംഗിൾ വേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു നടന്നു പോകുന്ന വഴിയില്ലേ, അത് നമ്മുടെ മന്നംപുറത്ത് കാവിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കെല്ലാം പോവാം. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് കാണാം. ഏതോ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഏതാണെന്ന് നോക്കിയില്ല. ഇനി ഗുഡ്സാണോ നോക്കട്ടെ. ഇത് എത്തി. ഇത് ഗുഡ്സ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെ നല്ല അടിപൊളി നടക്കേണ്ട ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗം മുതൽ ഇങ്ങിതാ അങ്ങ് പോകും. അങ്ങ് അവിടെ വരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ അവിടെ ഇരിക്കേണ്ട ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. FCIൻ്റെ ഗോഡൗൺ ആണ് ഈ ഒരു കാണുന്നത്. ഇതങ്ങ് അവിടം വരെ ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ നീലേശ്വരത്തെ പ്രധാനപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് രാജാസ് സ്കൂള്. അതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഉള്ളത്. ഇപ്പോൾ ക്ലാസ് ടൈമാണ് കേട്ടോ. ഇവിടെ പഠിച്ചവർക്കൊക്കെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ എന്തായാലും ഒരു വിഷമമൊക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടെയും വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ NRTC 10 രൂപ, 20 രൂപ, 30 രൂപ. അത് ഓരോ ടൈമുണ്ട്. വണ്ടി വെക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഒരു മരമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അകത്ത് കയറി നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു നെയിം ബോർഡിൻ്റെ അവിടം വരെ പോകാം. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ഒരാൾക്ക് 10 രൂപയാണ്, 2 പേർക്കും കൂടെ 20 രൂപയായി. അതുപോലെ തന്നെ 2 മണിക്കൂറാണ് വാലിഡിറ്റി ആയിട്ടുള്ളത്. ഈ നമ്മൾ ഈ സ്പോട്ടിങ്ങിനൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിയമപരമായിട്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് മാത്രം കയറുക. നീലേശ്വരം ഇനി എത്ര ട്രെയിനുകൾ പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം. ആ ഭാഗത്തേക്ക് നല്ല മഴയാണ്. നോക്കിയേ. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 8:10 പുറപ്പെട്ട ട്രെയിനാണ്. പിറ്റേ ദിവസം 12 മണിയാകുമ്പം മംഗലാപുരം എത്തും. ഇതിപ്പോഴും പഴയ ഉത്കൃഷ്ട കോച്ച് ഉണ്ട് അത്രേ. ഇതൊക്കെ LHBയിലേക്ക് മാറേണ്ട ടൈം അതിക്രമിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. അതിവിടെ സ്റ്റോപ്പിലെ ട്രെയിനാണ്. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസ്. അതിപ്പോൾ ഇവിടെ എത്താനായി. അത് കാഞ്ഞങ്ങാട് എത്തി. ഈ ഒരു മഴയത്ത് വരുന്നത് കാണണ്ടേ.
ഇത് വരുന്ന സമയത്ത് മഴ ഉണ്ടാവാൻ അറിയില്ല, നമുക്ക് നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ആയിട്ട് ഒരു മുത്തപ്പൻ്റെ മടപ്പുരയുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അടുത്തല്ല ഈ ഒരു മടപ്പുര ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ, കാഞ്ഞങ്ങാട്, ഇതാ ഇവിടെ നീലേശ്വരത്തും എല്ലായിടത്തും നമ്മുടെ ഈ ഒരു മുത്തപ്പൻ്റെ ഈ ഒരു മടപ്പുരയുണ്ട്. നമ്മളിപ്പം നമ്മുടെ ആ ഒരു കോയമ്പത്തൂർ വണ്ടി വരാനായിട്ടില്ല, നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഗാന്ധിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമ്മളിനിപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. നല്ല മരം, നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസ്. ഇത് രാത്രി 7:30 കോയമ്പത്തൂരെത്തുള്ളൂ. ഇതിന് പോകുന്നതിനെക്കാട്ടി നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർസിറ്റിക്ക് പോകുന്നതാണ്. ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഇൻ്റർസിറ്റി പോകും. പണ്ട് മുതലേ ഇല്ല വണ്ടിയാട്ടെ ഇത്, ലേഡീസ് കോച്ച്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം, എന്നിട്ട് ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് പോവാം. മഴയില്ലാത്ത സമയത്ത് കേട്ടോ, മഴയത്തൊന്നും പിന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാവുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. റോട്ടറി ക്ലബ് നീലേശ്വർ. ഈ ഒരു റെയിൽ ട്രാക്കിൻ്റെ ഇവിടെ തന്നെയാണ് മന്നംപുറത്ത് ഭഗവതി ക്ഷേത്രം ഉള്ളത്. ഇത് മലബാർ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടത്തോട്ട് പോയിട്ട് വരാം. ഇന്ന് അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും. ഗുജറാത്തിലെ ഗാന്ധിധാമിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ്. അത് കാഞ്ഞങ്ങാട് എത്തിയല്ലേ നവി? കാഞ്ഞങ്ങാട് 1 കിലോമീറ്റർ കാഞ്ഞങ്ങാട് എത്തി. അത് ഇവിടെ സ്റ്റോപ്പിൽ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കണ്ണൂർ. ഇതിന് രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുള്ളൂ. തിരുനെൽവേലിയിൽ 1:26 അർദ്ധരാത്രി. അതും പോയി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ ഞങ്ങളിപ്പോൾ നീലേശ്വരം ടൗണിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ഇവിടെ നീലേശ്വരത്ത് ഒരു പാലസ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം. നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ വരുന്നൊരു വഴിക്കാണ് നമ്മുടെ നീലേശ്വരം പാലസ് ഉള്ളത്. നമ്മുടെ ഒരു പഴയ ബിൽഡിംഗാണ്. നീലേശ്വരം ടൗണിൻ്റെ ഭാഗത്ത് ഞങ്ങളിപ്പോൾ മാർക്കറ്റ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ നേരെ പോകുന്നത് കാസർഗോഡ് മംഗലാപുരം റൂട്ട്. ഇത് നേരെ കണ്ണൂർ, ആ ഒരു നമ്മുടെ കോഴിക്കോടൊക്കെ ആയുള്ളൊരു ലൈൻ. ഞങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടത്തോട്ടാണ് നമ്മുടെ ടൗണൊക്കെ വരുന്നത്. ആ KSRTC ഇറങ്ങി വരുന്ന വഴി എന്താ അവിടത്തോട്ട്. നമുക്ക് ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. നിലവിലിപ്പം നീലേശ്വരം ബസ് സ്റ്റാൻഡ് വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്ത്. മുമ്പുണ്ടായത് ഇവിടെയല്ല, കുറച്ച് മുന്നിലേക്ക് പോയിട്ടുള്ളൊരു ഭാഗത്താണ്. അതിപ്പോൾ ക്ലോസ് ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് ഉണ്ടായത്. ഇപ്പം മൊത്തം പൊളിച്ച് പുതിയതായിട്ട് പണിയുന്നുണ്ട്. ഭാവിയിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ വരും.
നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത്. എടുത്തോ നേരെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോവാം. ഇതാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം. നമുക്ക് അങ്ങ് അവിടെ പോവാം, ആ ഒരു ഭാഗത്ത് പോവാം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, മുംബൈ ലോകമാന്യത്തിലേക്ക് നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്. അതിപ്പോൾ അടുത്തായിട്ട് LHBയിലേക്ക് ആയിട്ടുണ്ട്. ഫുൾ 3rd AC എക്കണോമി മാത്രമാണ്. അപ്പോൾ ആ ഒരു വണ്ടി ഇതിലൂടെ വരും, അത് നമുക്കിനി കാണാം. ഗരീബ് രഥ് എക്സ്പ്രസ് 2 ചെയർക്കാറും കൂടി ഉണ്ട്. ഇനി നല്ല സ്പീഡാണ്. രാത്രി 10 മണിക്ക് ഇതിന് കൊച്ചുവേളിയിലെത്തും. ഇനിയിപ്പോൾ അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റിംഗ്. ഈ ഇപ്പോൾ പോയ ഗരീബ് രഥ് എക്സ്പ്രസ് ഇല്ലേ, അതിൻ്റെ ആ ഒരു പഴയ പ്രൗഢിയൊക്കെ എന്തായാലും പോയി. കാരണം ആ ഒരു പച്ച ലിവറിയാണ് ആ ഒരു ഗരീബ് രഥിനെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എവിടെ പോകുമ്പോൾ കണ്ടാലും ആ ഒരു പച്ച കളർ കണ്ടോ, ഇത് ഗരീബ് രഥ് തന്നെ. ഇപ്പൊ ഏത് വണ്ടി കണ്ടോ, ഇത് ഏത് ഗരീബ് രഥ്, ഏത് രാജധാനി, ഏത് ദുരന്തോ, എല്ലാം ഒരേ സെയിം തന്നെ. അതായത് നമ്മൾ നിലമ്പൂർ റോഡിലേക്ക് ഷൊർണൂരിൽ നിന്ന് കയറി പോകുന്ന വഴിക്ക് ആ വണ്ടി നമ്മൾ ഗരീബ് രഥ് കണ്ടിട്ടുണ്ടായി. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പച്ച കളർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇതെന്ന് വെച്ചാൽ ഏത് വണ്ടി രാജധാനിയാണ്. ഇപ്പൊ ഈ റൂട്ട് പോകുന്ന നമ്മുടെ കോയമ്പത്തൂർ ഈസാർ വണ്ടിയിൽ ഫുൾ AC വണ്ടിയാണല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു പച്ച കളർ തന്നെ മതിയായിരുന്നു. അല്ല, ഈ വണ്ടിക്ക് തന്നെ ഒരു പച്ച ലിവർ കൊടുക്കായിരുന്നു അല്ലേ. LHBയിൽ തന്നെ ഒരു പെയിന്റിംഗ് ഒക്കെ മാറ്റി ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അതുപോലെ തന്നെ നിന്നേനെ. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇന്റർസിറ്റി എക്സ്പ്രസ്. ഇവിടെ 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, എടുത്തിട്ട് പോലെ. ഇനിയിപ്പോൾ നീലേശ്വരത്ത് സ്റ്റോപ്പുള്ള ട്രെയിൻ ഇപ്പോഴേ ഇല്ല. വൈകുന്നേരം 3:15 ഉള്ളൂ. തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ്. പക്ഷെ അതിനിടയിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട്. വന്ദേ ഭാരത് ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രെയിൻ. അങ്ങനെ ഇന്റർസിറ്റിയും പോയി. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് NLE എന്നാണ്. ഇവിടെ ടോട്ടൽ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, ഇത് 2, ഇത് 3. ഈ 3-ൽ ഗുഡ്സ് ട്രെയിനാണ് കൂടുതലായിട്ടും വരിക, ഈ ഒരു FSI ഒക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ സ്പീഡിൽ, അതായത് ഇതിലൂടെ വേഗതയിൽ കടന്നു പോകുന്ന വണ്ടികളൊക്കെ ഈ ഒരു 2-ലേക്കൂടെയും ഈ ഒരു നടുക്കേ കൂടിയാണ് പോവുക. ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഒരു ലൂപ്പാണ്, ലൂപ്പ് ലൈനാണ്. സ്പീഡ് കുറഞ്ഞേ പോവുള്ളൂ. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ലോക്കോമോട്ടീവ് വരുന്നുണ്ട്, ഡീസൽ ലോക്കോമോട്ടീവ്.
WDG4. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയും ട്രെയിൻ പോകുന്നത് കണ്ടു ഇന്ന്. എനിക്ക് തോന്നുന്നു അവിടെ എവിടെയെങ്കിലും ആ ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ പോകുന്നതായിരിക്കാം. വീണ്ടും ഒരു കിടിലം മഴ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഈ ഒരു റൂഫുള്ള ഭാഗത്ത് കയറി നിന്നു. ഇനിയിപ്പോൾ വന്ദേ ഭാരത് വരാനുണ്ട്. ഈ മഴ സമയത്ത് വന്നാൽ മതിയായിരുന്നു, കാരണം എന്നാൽ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. അതിപ്പോഴും എത്തൂല, ഇതുപോലെ കേട്ടോ ഇവിടുന്ന്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:15 വണ്ടിയാണിത്. ഇത് കാസർഗോഡ് ഉച്ചയ്ക്ക് 1:20 2:30 ഇത് തിരിച്ച് റിട്ടേൺ തിരുവനന്തപുരത്തേക്കുണ്ട്. വ്യാഴാഴ്ച ദിവസം ഈ വണ്ടി സർവീസ് ഇല്ല. കോട്ടയം വഴിയില്ല വന്ദേ ഭാരതായത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ട്രാക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ വണ്ടി വെച്ചതിലെ പ്രശ്നം എന്ന് അറിയോ, മഴ വന്ന ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശം ഇതൊക്കെ. നമ്മളെ വണ്ടി അങ്ങ് അവിടെയാണ് ഉള്ളത്, ആ ഒരു ഭാഗത്ത്. ആ ഒരു മഴ പെയ്തു പോയി. അടുത്തത് വീണ്ടും പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്, എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. അത് നല്ല ഡിലേ ആയിട്ടാണ് വരുന്നത്. അത് കണ്ണൂർ കഴിഞ്ഞു, ഒരു അരമണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും. മഴ പെയ്ത് വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് അവിടെ മുതലേ പെയ്ത് വരികയാണ്. അവിടെ എത്തി. ഇനിയിപ്പോൾ ഈ ഒരു നെയിം ബോർഡിൻ്റെ ഇവിടെ എത്തും. അവിടെയൊക്കെ തകർത്ത് പെയ്യുക. അവിടെയൊക്കെ ആ മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം നല്ല രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ട്. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. ഇത് പനവേലി വഴി പോകുന്ന വണ്ടിയാണ്. ഇത് നാളെ വെളുപ്പിനെ ഇനി പൂനെയിലെത്തുള്ളൂ. അതുപോലെ ഇത് 5 മണിക്കൂർ റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഉള്ളത്. ഇതിലൂടെ രാവിലെ 7:45 പോകേണ്ട വണ്ടിയാണ്, അപ്പോൾ 1:30. അങ്ങനെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനോടൊക്കെ വിട പറയുകയാണ്. പിന്നെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് 30 കിലോമീറ്റർ ഉള്ളത്. നമ്മുടെ മലയോര ഗ്രാമങ്ങളിലെ നമ്മുടെ നർക്കിലക്കാട്, വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കാല്, ഭീമനടി ഈ ഭാഗത്തെ ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു നീലേശ്വരം. അതായത് നമ്മുടെ പഞ്ചായത്ത് വരുന്ന വെസ്റ്റ് ഏരിയയാണ്, അതുപോലെ തന്നെ ഈസ്റ്റ് ഏരി, പിന്നെ നമ്മുടെ കിനാനൂർ, കരിന്തളം, അങ്ങനെ ഒരുപാട് പഞ്ചായത്തിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് പുതിയ പുതിയ ട്രെയിനുകൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദ് കാച്ചിഗുഡയിൽ പോകുന്ന മംഗലാപുരം വണ്ടിക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുംബൈ LTT തിരുവനന്തപുരം നമ്മുടെ നേത്രാവതിക്ക് ഒക്കെ അടുത്തടുത്തായിട്ട് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ കണ്ടീഷൻ പറയുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അല്ല റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ നടപ്പാത, മറ്റു സൗകര്യങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ്, അതെ ഒരുപാട് എന്താ പറയാ മാറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇത് ഭീമനടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്താനായി. ഇവിടെ തന്നെ ഒരു പുതിയൊരു പാലം നിർമ്മിക്കുന്നുണ്ട്.
ഈ ഒരു പുഴക്ക് കുറുകെ. ഏകദേശം ഒരു പകുതിയോളമായി, കുറച്ചും കൂടെ ആവാനുണ്ട്. ഈ ഒരു മഴ വരുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്തണം. നീലേശ്വരത്ത് യാത്രയൊക്കെ ചെയ്തിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വേറൊരു കാര്യം, ഞങ്ങളിപ്പോൾ നീലേശ്വരത്ത് ഇവിടെ വരെ വന്ന സമയത്ത് ഒരു തുള്ളി പോലും മഴ ഉണ്ടായില്ല. രാവിലെ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വന്ദേ ഭാരത് വരുന്ന സമയത്താണ് ഭയങ്കര മഴ. കാരണം വെച്ചാൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, നല്ല മഴ. ഞങ്ങൾ മൊത്തം നനഞ്ഞു കിട്ടുക, കാരണം നല്ല കാറ്റായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം, ഇനി അടുത്ത ദിവസം മുതൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ട്രെയിൻ യാത്രകൾ തന്നെയാണ്. ഒരു ദീർഘമായിട്ടുള്ള യാത്ര തന്നെയാണ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങള് ട്രെയിൻ കയറുന്നത് മംഗലാപുരത്ത് നിന്നാണ്. അതെ, മംഗലാപുരത്ത് നിന്നാണ്. അപ്പൊ കുറെ നാളായി ട്രെയിൻ യാത്രകളൊന്നും ഇല്ലാതിരുന്നത്. മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തീർച്ചയായും ഒരു വലിയ യാത്ര എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നീലേശ്വരം നമ്മുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ മലയോരത്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കയറുന്നത്. പണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പയ്യന്നൂരിലാണ് കയറുന്നത്. കാരണം ഈ നീലേശ്വരത്തെ ട്രെയിനുകൾക്ക് അധികം സ്റ്റോപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നീലേശ്വരത്താണ് യാത്രകൾ തുടങ്ങുന്നത് തന്നെ. ഇത് നീലേശ്വരം മാത്രമല്ല, നിങ്ങളുടെയൊക്കെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.